കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ്റെ മരണ വീഡിയോകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു മകളെപ്പോലെ നിന്ന് കരഞ്ഞ പെൺകുട്ടിയെ എല്ലാവർക്കും ഓർമ്മ കാണും. അത് ധ്യാനിൻ്റെ ഭാര്യയാണ്. അർപ്പിത എന്ന് പറയുന്ന ധ്യാനിൻ്റെ ഭാര്യ എല്ലാവർക്കും സുപരിചിതമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളും വർഷങ്ങളുമായി ശ്രീനിവാസനോടൊപ്പവും വിമലയോടൊപ്പവും ഏറ്റവും അടുപ്പത്തോടെ നിൽക്കുന്നത് ഈ മരുമകൾ തന്നെയാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ്റെ മകളുടെ സ്ഥാനത്ത് തന്നെയാണ് അർപ്പിത. അർപ്പിതയ്ക്ക് ആ വാർത്ത താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അർപ്പിതയുടെ തൊട്ട് പിന്നാലെ നിൽക്കുന്ന പെൺകുട്ടിയെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമൃത ജയകുമാർ എന്നാണ് താരത്തിൻ്റെ പേര്. ഐഡിയ സ്റ്റാർ സിംഗറിൽ അടിപൊളിയായി പാട്ടുപാടുന്ന അമൃതയെ എല്ലാവർക്കും ഓർമ്മ കാണും, ആർക്കും മറക്കാനാകില്ല. അമൃത ഇപ്പോൾ താരത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. സഹോദരിമാരെ പോലെയാണ് രണ്ടുപേരും കാണാനെങ്കിലും പ്രേക്ഷകരെല്ലാവരും അത് കേൾക്കുന്നതും വളരെയധികം തന്നെ സ്നേഹത്തോടെയാണ്. ഞങ്ങൾ സഹോദരങ്ങളാണോ എന്നാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. ഇപ്പോൾ വളരെയധികം തന്നെ സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത് എന്നാണ് പറയുന്നത്. അർപ്പിതയുടെ പിറന്നാളൊക്കെ മറക്കാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുള്ളൊരു താരം തന്നെയാണ് അമൃത ജയകുമാർ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഏറെ നാളത്തെ സൗഹൃദമാണ് എന്ന് തന്നെ പറയണം. ധ്യാനിന്റെ ഭാര്യ അർപ്പിതയും അമൃത ജയകുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ ഭാര്യ അർപ്പിത സെബാസ്റ്റ്യനെ ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ നടത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. താരപത്നി എന്നതിലുപരി IT പ്രൊഫഷണലിസ്റ്റ് കൂടിയായ അർപ്പിതയുടെ ധ്യാനിന്റെയും വിവാഹം 2017 നടക്കുന്നത്. അന്നു മുതൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇവർ തമ്മിൽ എങ്ങനെയാണ് ബന്ധമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അർപ്പിതയുടെയും അമൃതയുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം കൂടിയാണ് ഇവരുടെ സൗഹൃദത്തിന് കാരണമായി മാറിയത്. സഹോദരിയുമാണ്, കൂട്ടുകാരിയുമാണ്, എൻ്റെ എല്ലാമാണ്. എന്നാൽ മറ്റൊരു അമ്മയിൽ പിറന്ന എൻ്റെ സഹോദരി എന്നാണ് അമൃത പോസ്റ്റുകളിലെല്ലാം അർപ്പിതയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അർപ്പിതയ്ക്ക് ഏറ്റവും വിഷമമുണ്ടാകുന്ന ദിവസം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം അമൃത അർപ്പിതയോടൊപ്പം തന്നെ നിന്നത്. പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തതും അതെല്ലാം തന്നെയാണ്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇത്തരത്തിലാണ്. ഒട്ടുമിക്ക വിശേഷങ്ങളും ഇരു വീട്ടുകാരും ഒരുമിച്ചാണ് ആഘോഷിക്കാറും പങ്കെടുക്കാറുമുള്ളത്. ഒരാളുടെ സങ്കടത്തിൽ മറ്റൊരാൾ കൂടെ നിൽക്കുമെന്നും ഇതിലൂടെ മനസ്സിലായി. അമൃതയുടെ വിവാഹം, ധ്യാനിൻ്റെയും അർപ്പിതയുടെയും മകൾ ആരാധ്യയുടെ പിറന്നാൾ എന്നുവേണ്ട കുടുംബത്തിലെ എന്ത് വിശേഷമുണ്ടെങ്കിലും അമൃതയും അർപ്പിതയും ഒരുമിച്ചാണ്. അതുപോലെ ഇപ്പോൾ അർപ്പിതയ്ക്ക് ഒരു വിഷമം വന്നപ്പോഴും അമൃത തന്നെയാണ് ഓടിയെത്തിയിരിക്കുന്നത്. അതിലും ഒരു മാറ്റവുമില്ല എന്ന് തന്നെ പറയണം. എന്നെ ആദ്യമായി ആൻറ്റി എന്ന് വിളിച്ചവൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അർപ്പിതയുടെ മകൾ, അതായത് ധ്യാനിന്റെ മകൾ എന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അമൃത ആദ്യം പങ്കുവച്ചത്. ഞങ്ങളുടെ വീട്ടിലെ ആദ്യ കൺമണി എന്നാണ് ആരാധ്യയെക്കുറിച്ച് അമൃതയെക്കുറിച്ച് വരി. അമിയ എന്നാണ് ആരാധ്യ അമൃതയെ വിളിക്കുന്നത്. അർപ്പിത അമൃതയ്ക്ക് അപ്പൂച്ചാണ്. കുട്ടിക്കാലം മുതൽക്കേ ഇരുവരും ഒരുമിച്ചാണ്. ചില പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യങ്ങളും അതാണ്. അതുകൊണ്ട് തന്നെ ഇവർ കുടുംബ സുഹൃത്തുക്കളാണ് എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോഴും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അർപ്പിതയ്ക്കൊരു വിഷമം വന്നപ്പോൾ അർപ്പിതയുടെ കുടുംബത്തിന് വളരെയധികം സ്നേഹം നൽകാനും താങ്ങ് നൽകാനും അവിടെ അമൃത എത്തി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.